ഹായ്, ജനസംഖ്യയുടെ സൂചകങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇൻഡിക്കേഷൻ ഓഫ് ഡെമോഗ്രഫി. ഓക്കെ, ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ സൂചകങ്ങൾ ഏതൊക്കെയാടാ? ഈ കാര്യങ്ങൾ പഠിച്ചാൽ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കും. ഒന്നാമത്തത് ഈ നമ്മുടെ ജനസംഖ്യ, ഡെമോഗ്രഫി ജനസംഖ്യയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. അത് പഠിക്കണമെങ്കിൽ നമ്മൾ ഒന്ന് കുടിയേറ്റം, എന്താണ് മൈഗ്രേഷൻ എന്ന് പഠിക്കണം അല്ലെ. സ്ഥിരമായോ താൽക്കാലികമായോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ, കുടിയേറ്റം എന്ന് പറയാം. ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്, ജനനിരക്ക് മരണനിരക്ക് അല്ലെ. ജനിക്കുന്ന ആൾക്കാരെ കണക്ക്, മരിക്കുന്ന ആൾക്കാരെ കണക്ക്. അതിന്റെ കൃത്യമായ ഡെഫിനിഷൻ നമുക്ക് ക്ലാസ്സിൽ പറയാം. then ഏതാണുള്ളത്? പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രത. ഒരു സ്ക്വയർ കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു ഏകദേശ കണക്കാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇനി മെയിൽ ഫീമെയിൽ റേഷ്യോ അഥവാ സ്ത്രീ പുരുഷ അനുപാതം. 1000 മെയിൽ അഥവാ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്ന കണക്കാണ്. ലൈഫ് എക്സ്പെക്ടൻസി, നമ്മൾ ആയുസ് എന്ന് പറയില്ലേ, ആയുർദൈർഘ്യം, ഒരു മനുഷ്യൻ ഏകദേശം എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്നുള്ള കണക്കാണ് ലൈഫ് എക്സ്പെക്ടൻസി. പിന്നെ ഏതാണുള്ളത്? ഏജ് സ്ട്രക്ചർ ആണ്, പ്രായഘടന അല്ലെ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ, പ്രായത്തിനനുസരിച്ച് കുട്ടികൾ അല്ലെ, മുതിർന്നവർ, ഇനി എന്താണ് വാർദ്ധക്യം, അങ്ങനെയെങ്കിൽ പ്രായമുള്ളവർ, ഇങ്ങനെ പല സ്ട്രക്ചർ ആക്കി നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തത് ഡിപ്പെൻഡൻസി റേഷ്യോ ആണ്, ആശ്രിത അനുപാതം അല്ലെ. ജോലി ചെയ്യുന്ന ആളുകളെ അല്ലെ എന്താണ് ആശ്രയിച്ച് ജീവിക്കുന്ന എത്ര വിഭാഗം ആളുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. സോ ഈ ഇൻഡിക്കേഷൻസ് അഥവാ ഇൻഡിക്കേഷൻ അല്ലെ, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി, ജനസംഖ്യയുടെ ജനസംഖ്യാശാസ്ത്രത്തിന്റെ സൂചകങ്ങൾ നമ്മൾ മുഴുവൻ എന്ത് ചെയ്തിരിക്കണം, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓർത്തു വെക്കുക. വീണ്ടും കാണാം. താങ്ക്